സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ വാഹനം കോട്ടയം നാട്ടകത്ത് വെച്ച് ഒരാളെ ഇടിച്ചു തെറിപ്പിച്ച സംഭവത്തിൽ നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരണവുമായി എത്തിയത്. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥിനെ നാട്ടുകാർ അത്തരത്തിൽ ഉപദ്രവിച്ചത് എന്നായിരുന്നു പല താരങ്ങളുടെയും അവകാശവാദം. എന്നാൽ ഇപ്പോഴിതാ ആ സംഭവം നേരിൽ കണ്ട ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലാണ് ശ്രദ്ധ നേടുന്നത്. അവർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾക്കെന്നെ അറിയാൻ ഒരു സാധ്യതയുമില്ല. ഞാനൊരു നടിയോ സോഷ്യൽ മീഡിയ താരമോ മറ്റേതെങ്കിലും തരത്തിൽ പ്രശസ്തയോ ഒന്നുമല്ല. പക്ഷേ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ കൺമുന്നിൽ കണ്ട ഒരു ആക്സിഡൻ്റാണ്. ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുന്ന സമയത്ത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന നടൻ ഓടിച്ച കാർ ഇടിച്ച് ഒരാൾ തെറിച്ചുപോയി വീണത് എൻ്റെ കൺമുന്നിലാണ്. ഒരുപാട് നടന്മാരും നടിമാരുമൊക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നതൊക്കെ കണ്ടു. പക്ഷെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് സാധാരണക്കാർ അല്ലാത്തതുകൊണ്ടും ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും കൈവയ്ക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് ചെയ്തു എന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. ഒരു ജെറ്റ് വരും പോലെയാണ് ആ കാർ വന്നത്. ഒരു കാർ വരുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. ഷൂ എന്ന് പറഞ്ഞു വന്ന വാഹനം റോഡിൻ്റെ സൈഡിൽ കൂടി നടന്നുപോയ ഒരാളെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് അയാൾ ഒരു ഹൈറ്റിൽ പോയി ഇടിച്ച് നടുക്കൂടെ പോകുന്ന ലൈൻ്റെ ഇപ്പുറത്ത് വീഴുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച് അയാൾ റോഡിൽ കിടക്കുകയായിരുന്നു. അതു കണ്ട ഞാൻ രണ്ടു ചെവിയും പൊത്തി അലറുകയായിരുന്നു ഇപ്പുറത്തെ ഭാഗത്ത്. ശേഷം ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ സൈഡ് ഭാഗവും ഇടിച്ചാണ് ആ കാർ പോയി നിൽക്കുന്നത്. വെയിറ്റിംഗ് ഷെഡിൽ നിന്നിരുന്ന മനുഷ്യൻ ഭാഗ്യം കൊണ്ടാണ് ചാടി രക്ഷപ്പെട്ടത്. അപ്പോഴേക്കും ആൾക്കാർ ഓടി വന്നു. അവർ ഇവനെ പിടിക്കാനല്ല പോയത്. അപകടം പറ്റി കിടക്കുന്നയാളെയാണ് എല്ലാവരും നോക്കിയത്. ആളുകൾക്ക് തൊടാൻ പോലും ഭയമായിരുന്നു. അത്രയ്ക്കും രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു അയാൾക്ക് ചുറ്റും. അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയുമായിരുന്നില്ല. ഒരു ചെറിയ അപകടമോ ഇടിച്ചു വീഴുകയോ ഒന്നുമല്ല ചെയ്തത്. അയാളുടെ ബാക്കിൽ വണ്ടി ഇടിച്ചാണ് അയാൾ ഉയരത്തിൽ പോയ ശേഷം താഴെ വന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ അച്ഛനോ ഭർത്താവോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുവാൻ പോകുമ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായാൽ നിങ്ങൾ സഹിക്കുമോ? എല്ലാം പോട്ടെ, ഇതു കഴിഞ്ഞ് കാറിൽ നിന്നും ഇറങ്ങിയ ആളോ? മാന്യന് നിൽക്കാൻ കൂടി വയ്യ. അവൻ ആരാണെന്ന് കൂടി അവന് ബോധമില്ല. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലിരിക്കണം. വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായാൽ വണ്ടി സൈഡിൽ ഒതുക്കണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആരെയെങ്കിലും വിളിക്കണം. അതും പോട്ടെ, അവൻ്റെ വണ്ടി ഇടിച്ചു. മുൻപിൽ ഒരാൾ ഇത്രയും വലിയ അവസ്ഥയിൽ കിടക്കുകയാണ്. സോറി പറഞ്ഞ് എത്രയും വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ളതിന് അവൻ അവിടെ കാണിക്കുന്ന ഷോ, അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അവൻ ആൾക്കാരെ തൊഴിക്കുന്നു, ഉപദ്രവിക്കുന്നു. അപ്പോൾ പിന്നെ നാട്ടുകാർ എന്തു വേണം? എൻ്റെ ആർക്കെങ്കിലുമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ വച്ചേക്കില്ല. ഒരാൾ അപ്പുറത്ത് ജീവന് വേണ്ടി പിടയുമ്പോഴാണ് അവൻ ഇവിടെ കിടന്ന് ഈ ഷോ കാണിക്കുന്നത്. ഇതുവരെയും എനിക്ക് അതിൻ്റെ ഷോക്ക് പോലും മാറിയിട്ടില്ല എന്നും ആ സ്ത്രീ വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.